ഞാൻ പുറം നാട്ടിൽ പോയി പഠിച്ചതിന്റെ റീസൺ നാട്ടിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല, പഠിക്കാൻ വളരെ മണ്ടനായിരുന്നു, അതോ അന്നത്തെ കാലത്ത് അതൊരു ഫാഷൻ ആയിരുന്നു? ആദ്യത്തെ ചോദ്യമായിരിക്കും, ഐ മീൻ ഉത്തരവായിരിക്കും കുറച്ചുകൂടി ഇത് സൂട്ടബിൾ. അതെ, നാട്ടിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല, എന്നെ നിർത്താൻ കൊള്ളില്ല എന്നവർക്കൊക്കെ തോന്നി കാണും. ഏത് ക്ലാസ്സിലാണ് പോയി പഠിച്ചത് ഊട്ടിയില്? ഞാൻ ബോർഡിങ്ങിൽ പോയത് ഐ ലെഫ്റ്റ് 4th സ്റ്റാൻഡേർഡ്. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ശരി, എന്നിട്ട് എപ്പോഴാണ് തിരിച്ചു വന്നേ? 26 വയസ്സുള്ളപ്പോൾ വീട്ടിൽ കയറ്റിയത്. അപ്പോഴാണ് നന്നായിട്ട് ഹൈസ്കൂള് കഴിഞ്ഞു, പിന്നെ US പോയി, എല്ലാം കഴിഞ്ഞ് സക്കീത്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയത് 26 വയസ്സ്. യുഎസിൽ സൈക്കോളജി പഠിച്ച് ഫിലോസഫി എഞ്ചിനീയറിംഗിനാണ് പോയത്. 2 വർഷം പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് നമുക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. Then I shifted my major to philosophy. I finished and I came back. ശരി, who is that one person who knows you inside out? My wife, I'd like to say. അല്ലെങ്കിൽ അത്രയും വലിയൊരു റിസ്ക് ആ കുട്ടി എടുക്കില്ലായിരുന്നു. എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് ഐ തിങ്ക്. എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും എക്സ്പ്രസീവ് അല്ല. അപ്പം ഇന്റർപ്രിട്ടേഷൻസ് മാറാം. ഞാനങ്ങനെ എന്നെ എല്ലാവരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരാളും അല്ല. വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ഇല്ല, അതിന് മുമ്പേ ഐ തിങ്ക് ഷീസ് ഗോട്ട് മീ. ഐ തിങ്ക് യുനോ, അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയത്. I used to love Vidya Balan during Parinitha. എനിക്ക് I like പഴയ ശോഭ ഇല്ലേ, I really like her. ഉൾക്കടലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. What makes you fall in love? അല്ലെങ്കിൽ made you fall in love? You mean fell in love for the first time or many he kept falling in love? You mean? I'll tell you why I stuck to one person. That would be more easy for me to answer. ബാക്കി ഊഹിച്ചെടുത്തോളാം. ബാക്കി അത് ഒരുപാടുണ്ട് പറയാൻ. So I mean with my love now, I mean with Nazria, I think it's a sense of belongingness. എനിക്ക് I could be myself. എനിക്ക് അങ്ങനെ ഇംപ്രസ് ചെയ്യേണ്ട കാര്യമൊന്നും ആ സ്റ്റേജ് പെട്ടെന്ന് I mean it was so easy for me to settle down to her. ഫസ്റ്റ് എനിക്ക് ഭയങ്കര I mean she was a senior in school. അപ്പോൾ അതൊരു ഫിയർഫുൾ ഫാക്ടർ ആയിരുന്നു. ഇങ്ങനെ പോയി പറയാനൊക്കെ പേടിയായിരുന്നു. വെരി ഇങ്ങനെ ഒളിച്ചൊക്കെ നോക്കിയിട്ടുള്ള I mean it was very, because she was senior, it was very sweet. ഫഹദ് എത്ര പേരെടുത്ത് പോയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് അതൊന്നും ഓർമ്മയില്ല. 10 താഴെയാണ്, 10 കൂടുതലാണെന്ന് പറയാം. I don't know. ഒരു 5 അറിയില്ല, ഓർമ്മയില്ല. റിജക്ട് ചെയ്തിട്ടുണ്ട്? അതും എനിക്ക് ഓർമ്മയില്ല. എന്തിനാ കള്ളാന്നോടെ പറയണേ? ഇല്ല, അതും എനിക്ക് ഓർമ്മയില്ല. ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? റിജക്ട് ചെയ്തിട്ടുണ്ടോ? റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, റിജക്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിന്റെ ഭാഗമല്ലേ? അതെ. പിന്നെ ഫഹദ് റിജക്ട് ചെയ്തിട്ടുണ്ടോ? റയറായിട്ട് അതും സംഭവിച്ചിട്ടുണ്ട്. Easiest way to make Nazria smile? That I smile. നസ്രിയെ ചിരിപ്പിക്കാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഷീസ് ഓൾവേസ് സ്മൈലിംഗ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഐ മീൻ എന്തെങ്കിലും ചെറിയ ഗ്രംപിനെസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ വന്നെങ്കിലും ഉള്ളൂ, അല്ലെങ്കിൽ ഷീസ് ഓൾവേസ് സ്മൈലിംഗ്. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് എ സ്മൈൽ. പിസ്ഡ് ഓഫ് ആക്കാൻ TV റിമോട്ട് വെക്കേണ്ട ആ സ്ഥലം മാറിപ്പോയാൽ മതി. അങ്ങനെ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകും. സോ ഐ മീൻ വെദർ ഇറ്റ്സ് ആങ്കർ ഓർ വാട്ട്സോഎവർ വന്നിട്ട് ഡീഫോൾട്ട് ചിരിയാണ്, സ്മൈലിംഗ് ഫേസ് ആണ്. ബാക്കിയെല്ലാം മൊമെന്ററി ആണ്. ഞാൻ അങ്ങനെ വീട് അങ്ങനെ മോശമായിട്ടൊന്നും എനിക്ക് ഐ ഓൾസോ ലൈക്ക് ടു കീപ് മൈ പ്ലേസ് ടൈഡി ആൻഡ് ക്ലീൻ. പക്ഷെ ഞാൻ കെയർലെസ് ആണ്, ഭയങ്കര കെയർലെസ് ആണ്. കോഫി കപ്പ് ചിലപ്പം ബാത്റൂമിൽ നിന്നൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഐ എം വെരി കെയർലെസ്. ഐ വാക്ക് അറൗണ്ട് മൈ ഹൗസ് ഓൾ ദ ടൈം. അപ്പം ചിലപ്പം ഞാൻ ഇങ്ങനെ TV റിമോട്ട് ഏതെങ്കിലും കോർണറിനൊക്കെ ആയിരിക്കും കിട്ടുന്നത്. കാരണം ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ച് TV റിമോട്ട് കേട്ട് നടന്ന് ഞാൻ വേറെ അറ്റത്ത് പോകും, ബാൽക്കണിയിലോ ഗാർഡനിലൊക്കെ പോയി കൊണ്ടുപോകും. ഐ എം കെയർലെസ് ദാറ്റ് വേ. ഭയങ്കരമായിട്ട് ഇപ്പം സേഫ് ആയിട്ട് അവളെ കൊണ്ട് കൊടുത്താൽ മതി. സോ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ വാളറ്റ് എത്രയോ പ്രാവശ്യം കാണാതെ പോയിട്ടുണ്ട്. സോ ഐ എം വെരി കെയർലെസ് ദാറ്റ് വേ. എന്തൊക്കെ കാര്യത്തിന് ഇപ്പം പെട്ടെന്ന് ഒരു ഡിസിഷനൊക്കെ എടുത്ത് സോൾവ് ചെയ്ത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ
കോംപ്ലിക്കേറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ആ സമയത്തായി. ഫഹദിനെ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ സന്തോഷിപ്പിക്കാൻ ഒന്നും ചെയ്യണ്ട, എന്നെ വെറുതെ വിട്ടാൽ മതി. ഞാൻ കുറച്ച് മുന്നേ നസ്രിയുടെ കാര്യം ചോദിച്ചല്ലോ, നസ്രിയെ ഈസി ആക്കാൻ ചിരിപ്പിക്കാൻ എന്താ എളുപ്പം, അതുപോലെ തന്നെ നസ്രി എന്ത് ചെയ്താലും ഫഹദിന് ഭയങ്കര സന്തോഷം വരുന്നത്. നസ്രിയത് എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമാണ്. ഷീ നോസ് ദാറ്റ് യുനോ ഞാൻ ഷീ ഗിവ്സ് മീ മൈ സ്പേസ് ആൻഡ് യുനോ ഐ മീൻ ഇറ്റ്സ് ഈസി. അങ്ങനെ ഇന്ന ചെയ്യണമെന്നൊന്നുമില്ല. എന്നെ ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്നെ വെറുതെ വിട്ടാൽ മതി, ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. നസ്രി ഇങ്ങനെ ചില സമയത്ത് ഈ ഫോൺ ഇങ്ങനെ ബാറ്ററി ഇല്ലാതെ ഐ മീൻ ചാർജ് ചെയ്യാതെയൊക്കെ പുറത്തു പോകും. അപ്പം യുനോ ആഫ്റ്റർ സം ടൈം ദ ഫോൺ ഡൈസ് ഓഫ്. അപ്പം എനിക്ക് അങ്ങനെ പാനിക്കൊക്കെ ഉള്ള ആളാണ്. എനിക്ക് നസ്രിയെയും ഉമ്മാനെയൊക്കെ എപ്പോൾ ഫോണിൽ വിളിച്ചാലും കിട്ടണം, അല്ലെങ്കിൽ ഐ വർക്ക് ഔട്ട്, ഐ മീൻ ലൈക്ക് ഐ സോർട്ട് ഓഫ് ഫ്രീക്ക് ഔട്ട്. ആ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ദേഷ്യം വരും, അല്ലാതെ എന്നും രാവിലെ അങ്ങനെ പറയുന്ന ആളൊന്നുമല്ല, അങ്ങനത്തെ ആളൊന്നുമല്ല. ഇപ്പൊ തമിഴിലാണെങ്കിൽ സൂര്യയുടെ കാര്യം എടുക്കണ്ടേ, സൂര്യ ഇതുപോലെ തന്നെയാണ്, സ്വന്തം ഭാര്യനെ അഭിനയിപ്പിക്കുമ്പോൾ സ്വന്തമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെയ്തത്. അങ്ങനെയൊക്കെ പ്ലാനൊക്കെ ഉണ്ടോ? എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. പ്ലാനൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു സിനിമ സംഭവിച്ചേക്കാം. പ്ലാനൊന്നുമില്ല, ആസ് ഓഫ് നൗ അങ്ങനെ പ്ലാനൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ട്രാവൽ ഫ്രീക്സ് ആണ്, കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. റീസണബിളി യെസ്. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഏതാ പോയത്? ഞങ്ങൾ ഒരുമിച്ച് പോയാൽ ഐ തിങ്ക് ആ ഫേവറേറ്റ് ഇസ് ലണ്ടൻ. I think we keep wanting to go back there. എന്റെ അടുത്ത് പറഞ്ഞു മൊത്തത്തിലൊരു ഉഴപ്പനാണ്, അങ്ങനെ ഇന്ന സമയത്ത് ഇന്ന സിനിമ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ലാതെ. അപ്പൊ ഇങ്ങനെ പ്ലാൻ ഉണ്ടോ ഒരു വർഷത്തിൽ ഒരു വിദേശ യാത്രകളും നടത്തണം അങ്ങനെയൊക്കെ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ല. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ തോന്നുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാം. എങ്ങനെ ജീവിതം കൊണ്ടുപോകണം അങ്ങനെ ഞങ്ങൾ പോവാ. അത്രേ ഉള്ളൂ. എന്ത് പ്ലാൻ? നിങ്ങൾ രണ്ടുപേരും ആരാ കൂടുതൽ ക്രേസി? I think it's her. Make for each other ആണപ്പോ. Absolutely.